ഒരു 100 പേർക്ക് വന്നിട്ട് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ് അയക്കണം. അതാ എനിക്കിഷ്ടം. ഇവൻ ആക്രോശിക്കുക ചെയ്തത്. ഈ ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ പോണവിടെ നിന്ന്, അല്ലെങ്കിൽ ഞാൻ തറയായിട്ട് പെരുമാറേണ്ട വരും. ഇവിടെ ഇൻവൈറ്റ് ചെയ്തവർക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു മനുഷ്യനുള്ള ഭക്ഷണം ഇവിടെ ഇല്ല. അതും കാത്ത് ഇവിടെ ആരും നിൽക്കണ്ട എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ വാർത്താ ചാനലിലൊക്കെ അത് 24/7 ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്തതാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ വരികയൊക്കെ ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ, അതുപോലെ തന്നെ ഒരുപാട് താരനിരകൾ തന്നെ മമ്മൂട്ടിയുടെ മകളുടെ കല്യാണത്തിനുണ്ടായിരുന്നു. ആ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ കല്യാണത്തിന്റെ വൈകുന്നേരമുള്ള റിസപ്ഷനിൽ ആഹാരത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അവരോട് സുരേഷ് ഗോപി പറഞ്ഞതാണ് നിങ്ങൾ ഈ ആദ്യം കേട്ടത്. ഇപ്പോൾ ഒരു 100 പേര് വരുവാണെങ്കിൽ അവരെ ഫുഡില്ലാതെ പറഞ്ഞയക്കണം എന്നൊക്കെ ഉള്ളത്. പിന്നെ രണ്ടാമത് നിങ്ങളൊരു വീഡിയോ കണ്ടല്ലോ, ആ വീഡിയോയിൽ ഫുഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഫുഡ് വിളിക്കാത്ത ആൾക്കാർ ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരു അണ്ണൻ ഇരിപ്പില്ല. ആ പുള്ളിയെ നിങ്ങൾക്ക് മനസ്സിലായി. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ആളെ പിടികിട്ടിക്കാണ്. നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോയ്ക്കകത്തുള്ള അതേ പുള്ളി തന്നെയാണ്. ലക്ഷ്മി നക്ഷത്രത്തെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളിക്കെതിരെ കേസ് കൊടുത്തായിരുന്നു. അന്ന് വന്ന് പുള്ളി പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ അതേ പുള്ളി തന്നെയാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ പുള്ളി ഇത് പറയുന്നത് ഗോകുൽ സുരേഷ് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. എന്താണ് സുരേഷ് ഗോപി ഈ ആഹാരം കൊടുക്കാതെ 100 പേരെ പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ഈ പുള്ളി പറഞ്ഞ പോലെ ഗോകുൽ സുരേഷ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സുജുവൊക്കെ 3 പ്രാവശ്യം കഴിച്ചു. നൈസ്. ഫുഡ് പാനി അധികം അങ്ങനെ വേണം. അല്ലല്ല, എനിക്ക് മറ്റേതാണ്. ഒരു 100 പേർക്ക് വന്നിട്ട് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ് അയക്കണം. അതാ എനിക്കിഷ്ടം. ഫുഡിന്റെ വില നമ്മൾ അറിയണം. അല്ല ശരി, ഒരു അരിമണി വേസ്റ്റ് ആവാൻ പാടില്ല. പക്ഷെ വരുന്നവർക്ക് നമ്മൾ കൊടുത്തില്ല എന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പമില്ല, അവർ സഹിക്കും. അല്ല ശരിയാ, നമ്മൾ ലേറ്റ് ആയി, അല്ലെങ്കിൽ ആ ഫുഡ് കണ്ടോ കളഞ്ഞില്ല, അതാണ് വേണ്ടത്. പഴയ കോൺസെപ്റ്റ് ഒക്കെ പോയി. ആതിഥേയ മര്യാദ എന്ന് പറയുന്നതിൽ പഴയ കോൺസെപ്റ്റ് ഇല്ല ഇപ്പൊ വി ഷുഡ് നോട്ട് വേസ്റ്റ് ഫുഡ്. നമ്മളൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പണിയെടുക്കുന്ന രാജ്യം. നമ്മൾ കാണേണ്ടത് സൊമാലിയ, ആഫ്രിക്കയിലെ ഒട്ടുമിക്ക പിന്നോക്ക രാജ്യങ്ങൾ, പിന്നോക്ക പ്രദേശങ്ങൾ, അവിടുത്തെ കുഞ്ഞുങ്ങളുടെ അനീമിക്കായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെന്ന് പറയണം, കയ്യിൽ പോലും ഒരു അരിമണി വടിച്ചു. അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ പറഞ്ഞ ഒരു 100 പേർക്കെങ്കിലും ആഹാരമില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടണമായിരുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം വേറൊന്നുമല്ല, നമ്മുടെ ഫുഡ് പാഴാക്കുന്ന ഒരു ഇതൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സൊമാലിയയിലെ കുട്ടികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സൊമാലിയയിലെ കുട്ടികളുടെ കാര്യം ഒന്നും എടുത്ത് നോക്കേണ്ട. നമ്മുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ നാടിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുന്ന കുട്ടികൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. സൊമാലിയ വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഇവിടെ സുരേഷ് ഗോപി മെയിനായിട്ട് പറഞ്ഞു, ഇപ്പോൾ താമസിച്ച് വരുന്ന ആൾക്കാർക്ക് ഫുഡില്ലെങ്കിൽ അവരെ പറഞ്ഞു വിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നും അങ്ങനെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ പോലും കല്യാണത്തിന് ക്ഷണിച്ച ഒരാൾ, നമ്മളൊക്കെ കല്യാണത്തിന് സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ കല്യാണത്തിന് പോകുന്നത് നല്ലൊരു സദ്യ കഴിക്കാം അല്ലെങ്കിൽ നല്ലൊരു ബിരിയാണി കഴിക്കാം എന്നുള്ള മനോഭാവത്തോടു കൂടി തന്നെയല്ലേ പോകുന്നത്? ഞാൻ അങ്ങനെയാണ് പോകുന്നത്. സാധാരണ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ അത്രയും കറികളൊന്നും കൂട്ടി കഴിക്കാറില്ല. അപ്പോൾ നല്ലൊരു സദ്യ കഴിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ കല്യാണത്തിനോ റിസപ്ഷനോ ഒക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയൊക്കെ ചെല്ലുകയും അതുപോലെ തന്നെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ട്, ഫുഡ് മാത്രമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾക്ക് കഴിക്കാൻ ഫുഡില്ല എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു നിരാശ വരും, എല്ലാവർക്കും വരും. പിന്നെ ഫുഡൊന്നും അങ്ങനെ ഇപ്പോൾ കല്യാണ വീടുകളിലൊന്നും അങ്ങനെ വേസ്റ്റായി പോകാറില്ല. പിന്നെ വലിയ വലിയ ആൾക്കാർ നടത്തുന്നിടത്ത് അവരിതൊന്നും പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകാറില്ല, അതുകൊണ്ട് തന്നെ അത് വേസ്റ്റായി പോകാറുണ്ട്. എന്നാലും പലയിടത്തും അത് വേസ്റ്റായി പോകാറൊന്നുമില്ല. പല സംഘടനകൾ ഇപ്പോൾ ഇങ്ങനെ കല്യാണത്തിന് ബാക്കി വരുന്ന ഫുഡുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് പല സംഘടനകളും വരികയും ആ ഫുഡ് കളക്ട് ചെയ്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ അറിയിക്കുന്നവരൊക്കെ ഉണ്ട്. ഫുഡ് വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്, അല്ലാത്തവർക്ക് ഒന്നും പ്രശ്നമില്ല. പൈസയുടെ കുന്തളിപ്പ് കാരണം എന്ത് വേണമെങ്കിലും കാണിച്ചു കൂട്ടാം. അപ്പോൾ സുരേഷ് ഗോപിയുടെ പറഞ്ഞു വെക്കുന്നത് നമ്മൾ എക്സസ് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോകും എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, കല്യാണത്തിന് വരുന്ന എല്ലാവർക്കും നമ്മൾ ഫുഡ് ഉണ്ടാക്കും. കുറച്ച് അധികം വന്നാലും നമ്മുടെ നാട്ടിലൊന്നും കല്യാണത്തിന് ഫുഡ് അങ്ങനെ വേസ്റ്റ് ആയി പോകാറില്ല. അങ്ങനെ പോകാറില്ല എന്ന് എടുത്ത് പറയാൻ കാരണം, ഞാൻ കേറ്ററിംഗ് ജോലി ചെയ്ത ഒരാളാണ്. കാരണം എൻ്റെ കോളേജ് സമയങ്ങളിൽ പോക്കറ്റ് മണിക്ക് വേണ്ടി കേറ്ററിംഗ് പോയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഇവിടെയൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ ഒക്കെ ബന്ധുക്കൾ വന്നിട്ട് എന്തൊക്കെ ബാക്കിയുണ്ടെന്ന് നോക്കും. പരമാവധി അവർ കൊണ്ടുപോകാൻ നോക്കും. ബാക്കി എല്ലാ ബന്ധുക്കളുടെ കയ്യിൽ ഓരോ കവറിലൊക്കെ കെട്ടി സാധനങ്ങൾ കൊടുത്തുവിടാറാണ് പതിവ്. അഥവാ അവർക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതിലും കൂടുതലാണെങ്കിൽ ഞങ്ങൾ അവിടെ വിളമ്പാൻ വന്നിരിക്കുന്ന കേറ്ററിംഗ് ബോയ്സിനോടും അതുപോലെ തന്നെ കേറ്ററിംഗ് നടത്തുന്ന ആളുകളോടൊക്കെ പറയും, നിങ്ങളൊക്കെ ബാക്കി വീട്ടിൽ കൊണ്ടുപോകുള്ളൂ, ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോളൂ ഒക്കെ പറഞ്ഞാൽ നമ്മളോട് എടുത്തോളാൻ പറയും. അങ്ങനെയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഫുഡ് തീരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഞാൻ പോയ ഒരു സ്ഥലത്ത് പോലും ഇതുവരെ ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കുന്ന കണ്ടില്ല. ഒന്നെങ്കിൽ വീട്ടുകാർ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങളോടൊക്കെ എടുത്തുകൊണ്ട് പൊക്കോളാൻ പറയും. അതൊക്കെ കുറച്ച് നല്ല ഓർമ്മകളായിരുന്നു. അന്ന് വീട്ടിലൊക്കെ 3 ദിവസം നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഫുഡ് ഒന്നും അധികം വേസ്റ്റ് ആവാറില്ല നമ്മുടെ നാട്ടിൽ കല്യാണം നടത്തിയത്. അപ്പോൾ സുരേഷ് ഗോപി അത് എന്ത് ലോജിക്കിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ സുരേഷ് ഗോപി ഇവിടെ പറഞ്ഞൊരു കാര്യത്തിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ കല്യാണത്തിന് വിളിച്ച ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. പിന്നെ ഫുഡ് വേസ്റ്റ് ആയി പോവുകയില്ല. അതിനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങൾ ഇന്നുണ്ട് ഫുഡ് വേസ്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എക്സസ് ആയിട്ട് വരുന്ന ഫുഡുകൾ കളക്ട് ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസും ഉണ്ട്. നമ്മുടെ നാട്ടിൻ പ്രദേശത്തായിട്ട് പോലും ഫുഡ് വേസ്റ്റ് ആവുന്നില്ല. അപ്പോൾ സിറ്റി സൈഡിലൊക്കെ ഫുഡ് കളക്ട് ചെയ്യാൻ
വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ ഉള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഫുഡ് വേസ്റ്റ് ആവുക? രണ്ടാമതായിട്ട് ഗോകുൽ സുരേഷ് അവിടെ വന്നിരുന്നവരോടെല്ലാം ഞങ്ങൾ കല്യാണം വിളിക്കാത്തവരെല്ലാം വീട്ടിൽ പോക്കോ, അവർക്കുള്ള ഫുഡൊന്നുമില്ല, വിളിച്ചവർക്ക് മാത്രമുള്ള ഫുഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്നാണ് ഓറഞ്ച് കളർ ടീഷർട്ട് ഇട്ട അണ്ണൻ പറയുന്നത്. എന്തായാലും അണ്ണൻ അവിടെ എത്തിപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. ഒരു വിവാഹമായിരുന്നു. ആ വിവാഹത്തിന്റെ റിസപ്ഷൻ ഉച്ചയ്ക്ക് നടന്നത് നമ്മുടെ ഗോകുലം ഗോപാല സാറിന്റെ ഗോകുലം റിസോർട്ടിലാണ്. ഗോകുലം വലിയൊരു ആ പാലത്തിനടുത്താണ് അവിടെ. അപ്പോ ആ ഒരു സംഭവം അവിടെ ആ റിസപ്ഷൻ നടന്നപ്പോ എനിക്ക് അവിടേക്ക് പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രീകണ്ഠൻ നായരെ എനിക്കൊന്ന് കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഫോണിലും കുറെ ബന്ധപ്പെട്ട ആളെ കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഓഫീസിൽ നിന്ന് അറിഞ്ഞത് അദ്ദേഹം ഗുരുവായൂര് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ വരുന്നുണ്ട്, അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനും സമ്മതിച്ചു, ശരി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അദ്ദേഹത്തിനെ കാണാനായിട്ട് അവിടെ ചെന്നു. അപ്പോ അവിടുത്തെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ സെക്യൂരിറ്റിയാണ്. അവിടെ കടക്കാനായിട്ട് ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ പറ്റാത്ത പോലെ സെക്യൂരിറ്റിയാണ്. അത്ര വലിയൊരു സെക്യൂരിറ്റി വിങ്ങിനാണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ശ്രീകണ്ഠൻ നായരുടെ കെയർ ഓഫിൽ നമുക്ക് അവിടെ കയറാൻ പറ്റി. ശ്രീകണ്ഠൻ നായർ അങ്ങനെ കയറി, ശ്രീകണ്ഠൻ നായർ നമ്മൾ കാണുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സുരേഷ് ഗോപിനും കണ്ടു, ശ്രീകണ്ഠൻ നായർ കണ്ട് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ സുരേഷ് ഗോപിനും കണ്ടു, സുരേഷ് ഗോപിയുടെ ഫോട്ടോ എടുത്തു. അതൊക്കെ ശരി തന്നെ, സമ്മതിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അണ്ണനെ അപ്പോൾ കല്യാണത്തിന് വിളിച്ചില്ല. അതാണ് ഞാനും വിചാരിച്ചത്, ഈ പുള്ളി എങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പോയതെന്ന്. വിളിക്കാത്ത കല്യാണത്തിന് ചെന്നാണെന്ന് അണ്ണൻ തന്നെ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. ശ്രീകണ്ഠൻ നായരുടെ കെയർ ഓഫിൽ അങ്ങ് കയറി പോയി എന്നൊക്കെ. എന്തായാലും വിളിക്കാത്ത കല്യാണത്തിന് അണ്ണൻ ചെന്നെങ്കിലും അവിടുത്തെ ഫുഡ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നോ, മീൻകറി ഇല്ലാത്തതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഒരു രസമില്ലായിരുന്നോ ഒക്കെ തട്ടിവിടുന്നത് ഞാൻ കേട്ടു. ആദ്യമായിട്ടാണ് ഒരാൾ വിളിക്കാത്ത കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞ് അഭിമാനത്തോടു കൂടി അവിടുത്തെ കുറ്റവും കുറവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് അണ്ണൻ അവിടെ എത്തിപ്പെട്ടത്. ഇനി അണ്ണൻ ഗോകുൽ സുരേഷിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരു ഡോർ അടച്ചിട്ടേക്കാണ്. ആ ഡോറിന്റെ മുമ്പിൽ പുറത്ത് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിങ്ങിനെ ഏൽപ്പിച്ചിട്ടുള്ള അവരെ സെക്യൂരിറ്റി, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വാതിൽ അടച്ചിരിക്കുക. അപ്പൊ അവിടെ പറയാം, അവിടെ ഇതിന് പുറത്ത് വാതിൽ തുറക്കണതും കാത്ത് കുറെ ആൾക്കാർ കാത്ത് നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഒരു ട്രിപ്പ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിച്ചിട്ട് വേണം അവരെ പുറത്ത്, അവരെ ഭക്ഷണം കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്നുള്ള ആൾക്കാരാണ് കടത്തി വിടാൻ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും, ഒരു 100-150 ആള് ഒരുമിച്ച് വന്ന് ഈ വാതിൽ തുറക്കണം കാത്തിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് ഒരാള് ആ വാതിൽ തുറന്നുകൊണ്ട് വന്നു. അപ്പൊ നമ്മളെ കുറെ നീങ്ങിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ തുറന്നു വന്ന ആള് ആരാന്ന് നോക്കിയപ്പോ നമ്മുടെ ഗോകുലാണ്, നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ. അദ്ദേഹം വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ഈ ഫംഗ്ഷന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തവർ മാത്രം അവിടെ നിൽക്കുക, അല്ലാത്തവര് ഭക്ഷണം കഴിക്കാൻ അവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് സ്ഥലം വിടണം. അപ്പോൾ അണ്ണൻ പറയുന്നത് ഗോകുൽ സുരേഷ് വന്നിട്ട് വിളിക്കാത്ത ആൾക്കാർ ഇവിടെ നിൽക്കണ്ട, അവർക്കുള്ള ഫുഡില്ല, വിളിച്ചവർക്ക് മാത്രമേ ഉള്ള ഫുഡ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. ബാക്കിയുള്ള എല്ലാം പൊക്കോളൂ എന്നൊക്കെ ഒരു റൂഡായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞു എന്നാണ് അണ്ണൻ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല അവിടെ വേറെ കുറേ ആൾക്കാരും ഇത് കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു എന്നൊക്കെയാണ് അണ്ണൻ പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയ അത് തീർച്ചയായിട്ടും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടകം പ്രചരിപ്പിച്ചേനെ. അതുപോലെ തന്നെ അണ്ണൻ അവിടെ ക്യാമറയുമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുകയായിരുന്നു. ആ പോലും എന്തുകൊണ്ട് അത് ഷൂട്ട് ചെയ്തില്ല എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ പറയുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ കല്യാണം ആകുമ്പോൾ അവിടെ വിളിക്കാത്ത ആൾക്കാരും വിളിച്ച ആൾക്കാരും അവരെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സദസ്സിൽ ഒരിക്കലും ആരും ചെന്ന് ഇങ്ങനെയൊന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഗോകുൽ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അണ്ണനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലക്ഷ്മി നക്ഷത്രയുടെ കേസിലെ അണ്ണൻ വായിൽ വന്നതെല്ലാം വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കേസ് കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇവിടെയും ആവശ്യമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വല്ല കേസിനും എല്ലാം പോയി കഴിഞ്ഞാൽ അണ്ണൻ പിന്നെയും വന്നിട്ട് ഞാൻ ഗോകുൽ സുരേഷിനെ നേരിട്ട് കണ്ടു, ഞാനെന്ന് പറഞ്ഞത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങ് ഞാൻ എന്തോ അങ്ങനെ പറഞ്ഞു പോയി, ഗോകുൽ സുരേഷിനെ കണ്ടപ്പോൾ ആൾ വളരെ സൗമ്യമായിട്ടാണ് എന്നോട് മിണ്ടിയത് എന്നൊക്കെ വന്നിരുന്ന് പറയാനാണോ അണ്ണാ? എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അടിച്ചു വിടുന്നത്? അവിടെ അണ്ണൻ പറയുന്ന പോലെ വേറെ കുറേ ആൾക്കാർ കേട്ടോണ്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഗോകുൽ സുരേഷ് പറഞ്ഞെങ്കിൽ ഇതിനോടകം മറ്റുള്ള മീഡിയകളിലല്ല അങ്ങനെ ഒരു കാര്യം എന്താ പറയുക കാട്ടുതീ പോലെ പടർന്നേനെ. ഇതിപ്പോൾ അണ്ണൻ പറയുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിൽ ഗോകുൽ സുരേഷ് അങ്ങനെ ഒരു കാര്യം പറയുമോ എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്? അതുപോലെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ കൗണ്ടർ ചെയ്തിരുന്നു. അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക.